നിങ്ങളുടെ വീട്ടുപരിസരത്ത് ഏതെല്ലാം മരങ്ങളാണുള്ളത്? ആരാണ് അവ നട്ടുവളർത്തിയത്? നമ്മുടെ സ്കൂൾ പരിസരത്തും ധാരാളം മരങ്ങളും ചെടികളും ഉണ്ടല്ലോ. സ്കൂൾ പരിസരം നിരീക്ഷിച്ച് സസ്യങ്ങളുടെ പേരെഴുതി നോക്കൂ. തെങ്ങ്, തുമ്പ, ചെമ്പരത്തി. നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെല്ലാം ഒരുപോലെയാണോ? മാവിനെപ്പോലെ വലിയ മരങ്ങൾ, തുമ്പയെപ്പോലെ ചെറിയ ചെടികൾ, മുല്ലയെപ്പോലെ പടരുന്ന വള്ളികൾ, ഇങ്ങനെ എത്രയേറെ സസ്യങ്ങൾ. ചുറ്റുമുള്ള സസ്യങ്ങളെ അവയുടെ പ്രത്യേകതകൾ അനുസരിച്ച് തരം തിരിച്ചെഴുതൂ. മരങ്ങൾ: പ്ലാവ്, മാവ്. ചെറിയ ചെടികൾ: തുളസി, ചെമ്പരത്തി. വള്ളിച്ചെടികൾ: മുല്ല, പാവൽ. മുളവിശേഷം: പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള. ഇത് വളരെ വേഗത്തിൽ വളരുന്ന സസ്യമാണ്. മുള ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ. പൂത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും നശിക്കുകയും ചെയ്യും. ആയിരക്കണക്കിന് വിത്തുകൾ മണ്ണിൽ നിക്ഷേപിച്ചാണ് ഓരോ മുളയും നശിച്ചു പോകുന്നത്. മുളയുടെ വിത്തിനെ നാം മുളയരി എന്നാണ് വിളിക്കുന്നത്. ഔഷധ ഗുണമുള്ള മുളയരി ഭക്ഷണമായി ഉപയോഗിക്കുന്നു. പുഞ്ചിരി തൂകും പൂക്കൾ. എനിക്കും വേണം ഒരു പൂന്തോട്ടം. നിങ്ങളുടെ വീട്ടിൽ പൂന്തോട്ടമില്ലേ? ഏതെല്ലാം തരം ചെടികളാണ് നിങ്ങളുടെ പൂന്തോട്ടത്തിലുള്ളത്? അവയിൽ ഏതിലൊക്കെ പൂക്കൾ വിരിയാറുണ്ട്? നിങ്ങൾക്കിഷ്ടപ്പെട്ട പൂവ് ഏതാണ്? അതിൻ്റെ ചിത്രം വരച്ചു നോക്കൂ. താഴെയുള്ള ചിത്രത്തിൽ കാണുന്ന പൂക്കൾ ഏതെല്ലാമാണ്? പൂക്കൾക്ക് യോജിച്ച നിറങ്ങൾ നൽകി മനോഹരമാക്കൂ. നിങ്ങൾക്ക് എത്ര പൂക്കളുടെ പേരറിയാം? എഴുതി നോക്കൂ. റോസാപ്പൂവിന് ഏതു നിറമാണ് നൽകിയത്? എല്ലാവരും ഒരേ നിറമാണോ നൽകിയത്? എന്തുകൊണ്ടാണ് വ്യത്യസ്ത നിറങ്ങൾ നൽകിയത്? എല്ലാ ചെമ്പരത്തികളിലും ഒരേ നിറത്തിലുള്ള പൂക്കളാണോ കാണുന്നത്? തുമ്പയും മുല്ലയും പോലെ ഒരേ നിറത്തിലുള്ള പൂക്കൾ മാത്രമുണ്ടാകുന്ന ചെടികളും കണ്ടിട്ടുണ്ടാകുമല്ലോ. താഴെ കാണുന്ന പട്ടികയിൽ കൂടുതൽ പൂക്കളുടെ പേരെഴുതി ചേർക്കൂ. പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾ: ചെമ്പരത്തി, റോസ്. ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂക്കൾ: തുമ്പ, മുല്ല. റോസിൻ്റെയും മുല്ലയുടെയും മണം എനിക്ക് വളരെ ഇഷ്ടമാണ്. റോസ്, മുല്ല, ചെമ്പരത്തി, ചെണ്ടുമല്ലി മുതലായ പൂക്കൾ മണത്തു നോക്കൂ. നിറം പോലെ തന്നെ പൂക്കൾക്ക് മണവും വ്യത്യസ്തമാണല്ലോ. എത്ര ചെടികളെ നിങ്ങൾക്ക് അവയുടെ പൂവിൻ്റെ മണം കൊണ്ട് മാത്രം തിരിച്ചറിയാൻ കഴിയും? എഴുതി നോക്കൂ.